ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പിണറായി വിജയന്റെ വീടുകളിലെ ഇ ഡി റെയ്ഡിന് പിന്നാലെ PB യോഗം വിളിച്ച് MA ബേബി. 10:30 അവൈലബിൾ PB യോഗം ചേരും. ശരത് ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത് ലാൽ, വളരെ പെട്ടെന്ന് തന്നെയുള്ള ഒരു നീക്കമാണ് ED നടത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും അടിയന്തര യോഗങ്ങളിലേക്ക് CPM കടക്കുകയാണ്. അതെ രുചിക്ക്, അതുതന്നെയാണ് PBയെ സംബന്ധിച്ചോളം അവൈലബിൾ PB യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. കാരണം വളരെ വലിയ ഗൗരവപരമായിട്ട് തന്നെ ഈ റെയ്ഡിനെ PB കാണുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ചിട്ട് എന്താണ് അടുത്ത നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുക, അത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വളരെ വലിയൊരു നിർണായകമായ തീരുമാനം ഇപ്പോൾ അല്പസമയം കൊണ്ടുണ്ടാകും. അതിനുശേഷം 11 മണിയോടെ PB യോഗത്തിന് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് MA ബേബി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അടിയന്തര PB യോഗമാണ്. ഓൺലൈനായിട്ട് കൂടി പങ്കെടുക്കാൻ വേണ്ടി ഈ തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവും അതേപോലെ തന്നെ CPMന്റെ മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെതിരെ BJP സർക്കാർ നടത്തുന്ന ഈ ED റെയ്ഡിനെ ആ രീതിയിൽ തന്നെ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാനാണ് PBയുടെ തീരുമാനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇത് സംബന്ധിച്ച PB യോഗത്തിന് മുമ്പ് ഇത് സംബന്ധിച്ച ഒരു സൂചനയും അദ്ദേഹം MA ബേബി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതുപോലെ ഇതുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ റെയ്ഡ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ ED കോൺഗ്രസ് നേതാക്കളെയും കെജ്രിവാളിനെയും ആം ആദ്മി നേതാക്കളെയും ലക്ഷ്യം വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ CPMന്റെ പടിവാതിലേക്ക് ED റെയ്ഡ് എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതുതന്നെയാണ് ഗൗരവത്തോടു തന്നെ പോളിറ്റ് ബ്യൂറോ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതും. ആദ്യമായിട്ടാണ് പോളിറ്റ് ബ്യൂറോ രംഗത്തിനെതിരെ ED റെയ്ഡ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ വലിയ ഗൗരവപരമായിട്ട് തന്നെ കാണുന്നു. CPMനെ സംബന്ധിച്ചുള്ള മുതിർന്ന നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ EDയുടെ ലെൻസിൽ വന്നാൽ അത് പാർട്ടിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമോ എന്നൊരു ഭയവും പോളിറ്റ് ബ്യൂറോയിലുണ്ട്. ഏതായാലും അതാണ് കാരണം ഒരു PB അംഗം ചോദ്യമുനയിൽ നിൽക്കുന്ന ഈ മണിക്കൂറുകൾ തന്നെയാണ് ഈ യോഗം ചേരുന്നത് എന്നത് കൂടിയുണ്ട്. അതോടൊപ്പം ഇത് ആദ്യമല്ല ഇത്തരത്തിലുള്ള ഒരു കേസ് വരുന്നത്, ഇത്തരത്തിലൊരു കേസ് CPM നേരിടുന്നത്. കാരണം നമ്മൾ ലൈഫ് മിഷൻ കേസിലും അതോടൊപ്പം സ്വർണ്ണക്കടത്ത് കേസിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രത്യേകത, അത് പിണറായി വിജയനും അതോടൊപ്പം സർക്കാരും എന്ന തലത്തിലായിരുന്നു ആ കേസുകളെങ്കിൽ ഇത് കുടുംബത്തിലേക്ക് കൂടി പോകുന്ന ഒരു കേസാണ് എന്നത് കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ ത്വരിതഗതിയിലുള്ള നീക്കമെന്നത് മാത്രമല്ല 10 ഇടങ്ങളിൽ അധികം സ്ഥലങ്ങളിലേക്ക് ഈ പരിശോധന പോകുന്നു. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് CPM പോകുന്നുണ്ട്. വളരെ നിർണായകമായ തീരുമാനങ്ങൾ എന്തായാലും ഈ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതെ രുചിച്ച്, അത് തന്നെയാണ് ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാവും. കോൺഗ്രസിൽ അല്ലെങ്കിൽ CPMന് പ്രതീക്ഷയില്ല ഇന്ത്യ സഖ്യത്തിൽ എന്നതും ബേബി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പിണറായി വിജയനെതിരെ എന്തുകൊണ്ട് ED നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിച്ചത് നിലപാട് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ അത്തരമൊരു നിലപാട് മാറ്റം കോൺഗ്രസിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ CPMO പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് മറ്റു ഇന്ത്യ സഖ്യ കക്ഷികളുടെ സഹായമാണ് ഇക്കാര്യത്തിൽ CPM തേടുന്നത്. അതായത് DMK അതേപോലെ സമാജ്വാദി പാർട്ടി തുടങ്ങിയ കക്ഷികളുടെ പിന്തുണ ഇക്കാര്യത്തിൽ CPM തേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും അടിയന്തര പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കുകയുള്ളൂ. സുജീഷ്.